മതം കൂട്ടിയിട്ട് യൂട്യൂബിൽ വരാൻ പാടില്ല. അതെ, എക്സാക്ട്ലി. മനസ്സിലായോ? ഒന്നുകിലും മതം അല്ലെങ്കിൽ യൂട്യൂബ്, രണ്ടിലും ഒന്നേ നടക്കുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ചുണ്ടുമിടാനുള്ള സാധനമാണ്. എനിക്ക് വേറൊരു ഇത് ഞാൻ അതുകൊണ്ട് പഠിച്ചിട്ടില്ല. ലിപ്സ്റ്റിക് ചുണ്ടിലിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ കച്ചറുണ്ടാക്കുക. പിന്നെ ലിപ്സ്റ്റിക് പിന്നെ നെറ്റിലിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ചുണ്ടിലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ലിപ്സ്റ്റിക് ചുണ്ടിലിടാനുള്ളതാണ്, അതിട്ടു. പിന്നെ പോനായിട്ടില്ല, അടക്കം ഇത് പറഞ്ഞു തീർക്കട്ടെ. പിന്നെ ഇവര് പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിലെന്തിനാ ലിപ്സ്റ്റിക്? ഈ പറയുന്ന ആളുകളൊക്കെ കമന്റിൽ വന്നിട്ട് മതം കൂട്ടിയിട്ട് യൂട്യൂബിൽ വരാൻ പാടില്ല. മനസ്സിലായോ? ഒന്നുകിലും മതം അല്ലെങ്കിൽ യൂട്യൂബ്, രണ്ടിലും ഒന്നേ നടക്കുള്ളൂ. ഞാൻ വൈഫിനെ കാണിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, വീട്ടിലെ സ്ത്രീകളെ കാണിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ വീഡിയോയില് വൈഫ് മാത്രല്ല ഞാൻ ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനെ ഗായ്സറണ്ട തുടങ്ങ തന്നെ. എന്നിട്ട് പക്ഷെ ഇന്നെ കാണിച്ച് പൈസ ഉണ്ടാക്കിയവർക്ക് പ്രശ്നമില്ല. ചിലവര് അത്രക്കും പുച്ഛിച്ച കമന്റ് ഒക്കെ ഇടും വന്നിട്ട്, ഭാര്യയെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നവൻ പെൺകോന്തൻ. ഞാൻ പെൺകോന്തനാ, ഞാൻ പെണ്ണുങ്ങളാപ്പിളെ അല്ലേ? ഞാൻ അങ്ങനെ പറയല്. കാരണം ഞാൻ അതിൽ അഭിമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനെ നല്ലപോലെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എന്താണിത്, ഒരു പാഷനാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം. അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇവള് വരാൻ പാടില്ല, ഇവളെ കാണിക്കാൻ പാടില്ല. കാരണം അത് ഓൾക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓൾക്ക് വരുന്നതുകൊണ്ട് എന്താ. സാധാരണ ആളിൽ നിന്നും ഒരു സെലിബ്രിറ്റി ലൈഫിലേക്ക് മാറിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? മെയിനായിട്ട് ഞാൻ പാന്റ് ഇടാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ആദ്യം തുണിയാണ് കൂടുതൽ. അങ്ങനെയല്ല, ഞാൻ സത്യം പറയല്ലേ, ഞാന് വീട്ടിലൊക്കെ ഞാൻ തുണി എടുത്തിട്ട്, അതായത് ചിലപ്പോ വ്ലോഗ് ഇവിടെ ഒക്കെ അപ്പൊ ഇവിടെ കോട്ടൊക്കെ ഉണ്ടാവും, മടി ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ കള്ളിത്തുണി ആയിരിക്കും. പണ്ട് ന്യൂസിലൊക്കെ ന്യൂസ് വായിക്കുന്നവരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അടിയിലിങ്ങനെ ടേബിളിൽ ഇരിക്കുമായിരിക്കില്ല, അപ്പൊ ഇത്രയും ഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ട് അടിയിലേക്ക് മുണ്ടോ ബാക്കി. പിന്നെ ഒരു കൾച്ചർലെസ് സ്വഭാവശൈലി ആയിരുന്നു എന്റേത്. അപ്പോൾ ആതിര എപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അതൊക്കെ ഇപ്പൊ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്, അതായത് ആൾക്കാർ വിചാരിക്കണേ ഞാനാണ് വിചാരിക്കും, ഇവരിപ്പോ ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഇതിലൊക്കെ ഇങ്ങനത്തെ തെളുങ്ങണ വാച്ചൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുള്ളൂ, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ട്. ഈ കോസ്റ്റ്യൂമിനൊക്കെ പിന്നിൽ ആരാണ്? ഒറ്റക്കന്നെ? തന്നെത്താനെയാണ് ചൂസ് ഒക്കെ ചെയ്യാറ്. എന്റെ കോസ്റ്റ്യൂം വരെ അവിടുന്നാണ് സജഷൻ ഒക്കെ. ഞാൻ കളറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഡാർക്ക് ടച്ചിലെ ഒരു ഭൂതത്തിന്റെ ലുക്കുള്ളൊക്കെ എടുത്ത് വരും. ഡ്രസ് സെൻസ് ഭയങ്കര കൂടുതലാണ്, നമ്മൾ അത് ഇടണം ഇടണമെന്നില്ല. നല്ല ചില കളറുകൾ ഇപ്പൊ ഇന്നലെ ടീറ്റിട്ട ഷർട്ട് ഞാനില്ലേ, ഇത് നല്ല രസമുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇന്റർവ്യൂ എടുക്കുമ്പോ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച ഒരു സംഭവമായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പ് ഇവൻക്കാണ്. അവിടെ കാണിച്ചു കൊടുത്താ ജിബ്രാൻ, ലൈക്ക് ജിബ്രാന്. ഇവന്റെ ആദം ഇബ്രാഹിം. സോറി, എനിക്ക് തണ്ടക്ക് തന്നെ മാറുന്നു പേര്. അബ്രഹാം ഖുറേഷി.